Module 2, vector differentiation. Vector differentiation. Okay. Module 2, vector differentiation. Differentiation. That first one is differentiation of vectors. Differentiation of vectors. Okay. Differentiation of vectors is scalar function എന്താണ്, വെക്ടർ ഫംഗ്ഷൻ എന്താണെന്നെല്ലാം അത് ചെയ്തിട്ടുണ്ട്. സ്കേലാർ ഫീൽഡ് എന്തുവാണ് അതൊക്കെ. What is scalar function? Let D be any subset of the set of real numbers, then a rule by denoted by T, which X associate in which a scalar T belonging to D, a unique real number such that f of T is called a scalar. Scalar means scalar values ഉള്ളതാണ്. ഒരു ഡൊമൈനിൽ കുറച്ച് വാല്യൂസ് ആണ്, സെറ്റ് ഓഫ് റിയൽ, ഒരു ഡൊമൈൻ എടുക്കുവാണ്, അതിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര അപ് ടു 50 മൈനസ് റിയൽ നമ്പേഴ്സ് മീൻസ് മൈനസ് n പ്ലസ് ഓൾ. Then a rule denoted by a t, ഇതിലെ ഒരു ഫംഗ്ഷനിലോട്ട് അതിനെ ഒന്നിലോട്ട് ഫോക്കസ് ചെയ്യണം. എഫ് ഓഫ് ടി ആണ് എടുക്കണമെങ്കിൽ നമ്മൾ ദറ്റ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് 3 എന്ന് എഴുതാം. അപ്പോൾ ടിക്ക് എഫ് ഓഫ് 1 കൊടുത്ത് അതിന് വാല്യൂ കൊടുത്ത് ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് കൊടുത്താൽ 4, 1 പ്ലസ് 3 is 4. ഇങ്ങനെ വാല്യൂസ് എഴുതാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് സ്കെയിലാർ ഫംഗ്ഷൻ. ദെൻ വെക്ടർ ഫംഗ്ഷൻ. വാട്ട് ഈസ് വെക്ടർ ഫംഗ്ഷൻ? ഒരു ഡൊമൈൻ എടുക്കുവാണ്, സബ്സെറ്റ് ഓഫ് എന്തുവാണ്, ഡി ഈസ് എനി സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Any subset of the set of real numbers. ഒരു ഡൊമൈൻ എടുത്താൽ then the rule is denoted by f function which associated with a scalar t. അതിനോട് എന്തുമായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്, സ്കേലാർ ടി, belong to unique vector denoted by. അപ്പോൾ അവിടെ സ്കേലാർ ഫംഗ്ഷൻ, ഇത് സ്കേലാർ ഫംഗ്ഷൻ, സ്കേലാർ ഫംഗ്ഷൻ, then vector function, then vector function. എന്താണ് വെക്ടർ ഫംഗ്ഷൻ? ലെറ്റ് ഡി ബി എനി സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഒരു സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ട് നമ്മൾ ഒരു ഡൊമൈൻ എടുത്താൽ ബൈ ദ അതിന് എഫ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണം. അതിലൊരു സ്കെയിലാർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് കൊടുത്താൽ ബിലോങ് ടു ഡി. ഈ ഡിയിൽ അതെങ്ങനെ വെക്ടർ ആയിട്ട് ഡിനോട്ട് ചെയ്യും? ഒരു ഫംഗ്ഷനെ അതിലുള്ള ഒരു പാരാമീറ്റർ ഇത് ടി ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊരു വെക്ടർ ആയിട്ട് ഡിനോട്ട് ചെയ്യും? വെക്ടർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? എഫ് ഓഫ് ടി ക്യാപ് അല്ലേ, that is t cap, that is equal to t plus, for example, t plus 2 into I components plus t square into j plus t minus 1 into k അല്ലെ, I j k. x ആക്സിസിൽ I കമ്പോണന്റ്, y z ആക്സിസിൽ k കമ്പോണൻസ്. ഇതിന് നമ്മൾ f of 1 കൊടുത്താൽ എത്ര കിട്ടും? ടിയുടെ പ്ലേസിൽ 1 കൊടുത്താൽ 3i plus j plus 0k, that is 0k. Okay. ഇനി അതിൽ തന്നെ നമുക്ക് പൊസിഷൻ വെക്ടർ എഴുതാം. പൊസിഷൻ വെക്ടർ പി ക്യൂ എങ്ങനെയാണ് കാണുന്നത്? ക്യൂവിലെന്ന് പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് പി കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. ദെൻ സ്കെയിലാർ ഫീൽഡ്, സ്കെയിലാർ ഫീൽഡ്, ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ്. സ്കെയിലാർ ഫീൽഡ് സപ്പോസിങ് ടു ഈച്ച് ഫീൽഡ് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുവാണ്. ഇതിൽ നമുക്കറിയാം എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ എക്സ് വൈ ഇസഡ് അല്ലേ. അപ്പോൾ ഇതൊരു നമുക്ക് അതിൻ്റെ ദറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് നമ്മൾ എഴുതുന്ന എഫ് ഓഫ് പി ഇമേജ് അല്ലേ. ഇത് ഡൊമൈൻ ആണെങ്കിൽ ഇത് റേഞ്ച്, എൻ്റെ ഇമേജ് എഫ് ഓഫ് പി ഫംഗ്ഷൻ പിയുടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ സപ്പോസ് ടു ഈച്ച് പോയിന്റ് പി ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് ഓഫ് എ റീജിയൻ ആർ. ഒരു റീജിയനിലെ ആറിലെ പോയിന്റ് ആണ് പി എക്സ് വൈ ഇസഡ് ആണെങ്കിൽ സ്പേസ് ദർ എക്സിസ്റ്റ് എ യുണീക്, ഒരു യുണീക്ക് ഒരെണ്ണം യുണീക് ഫംഗ്ഷൻ, അതാണ് എഫ് ഓഫ് പി. ദെൻ എഫ് ഈസ് സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് വി സേ ദാറ്റ് സ്കെയിലാർ ഫീൽഡ് ഹാസ് ബീൻ ഡിനോട്ടഡ് ബൈ ആർ. എഫ് എന്ന് പറയുന്നത് അതിലെന്താണ്? ഇസ് എ സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ. സ്കെയിലാർ മീൻസ് എന്നുള്ള റിയൽ നമ്പേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്താൽ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എഫ് ദാറ്റ് ഈസ് എഫ് ഓഫ് പി എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ ഒരു പോയിന്റിൽ ഒരു റീജിയൻ ആണ്, ഒരു റീജിയനിൽ ഒരു പോയിന്റ് ആണ് പി ഓഫ് എക്സ് വൈ ഇസഡ്. സ്പേസിൽ ദർ എക്സിസ്റ്റ് എ യുണീക് സ്കെയിലാർ, ഒരു സ്കെയിലാർ യുണീക് സ്കെയിലാർ ഏതാണ്? എഫ് ഓഫ് പി. ഒരു പോയിന്റ് എഫ് ഓഫ് പി, ഇതിനൊരു ഇമേജ്, ഇവിടെ നമ്മൾ കൊടുത്ത വേറൊരു ഇമേജ്, അങ്ങനെ യുണീക്ക് ആയിട്ട് കിട്ടും. എഫ് ഈസ് എ സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ. സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ നമുക്കറിയാം, സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് ഇസ് എ സ്കെയിലാർ ഫീൽഡ്.
Okay, has been defined in R. എങ്ങനെയാണ് ചെയ്യുന്നത്? That is f of x. ഇതിൽ എങ്ങനെ പറയാം? f of p equal to f1 of xy z plus f2 xyz plus f3 of x1 y1 x1 x, y, z. അപ്പോൾ നമ്മളിവിടെ വെറുതെ ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡിൽ എങ്ങനെ പറയാൻ പറ്റും? ഒരു ഫംഗ്ഷൻ എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സെഡ്. അപ്പോൾ ഒരു എന്തുവാണ്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് പി. പിയിൽ ഏതൊക്കെ വരാം നമുക്ക്? ഇതിൽ ഒന്നാം f1 ഓഫ് അല്ല f1 ഓഫ് എക്സ് പ്ലസ് f2 വൈ പ്ലസ്, അതാണ് ഈ ഫുൾ പോയിന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പോയിന്റ് ഓരോന്നിനും ഓരോ ഇതായിട്ട് f1 f2 f3. ഓക്കെ, പോയിന്റ് ഫംഗ്ഷൻസ്. Then vector field. Similarly, each point of p of x is ഇതുപോലെ തന്നെ to the region R there exists a unique vector. അവിടെ ഒരു unique vector, scalar point function അല്ല, ഒരു scalar denoted f of p. അതിൽ vector എങ്ങനെ പറയും? f of p. എന്തുവാണ് f of p? ഇത് vector ആകുമ്പോൾ vector denote ചെയ്യും. f cap is a function and we say vector field has been denoted by R. എന്ത് പറയും? വെക്ടർ വരുമ്പോൾ ഐ ജെ കെ കമ്പോണൻസ് കൂടെ വരും. ആര് കൂടെ വരും? ഐ ജെ കെ എന്ന കമ്പോണൻസ്. ലെറ്റ് us കൺസിഡർ എ വെക്ടർ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലാർ വേരിയബിൾ. എങ്ങനെയാണ് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു വെക്ടർ ഡിഫറൻസിയേഷൻ ഓഫ് വെക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് വെക്ടേഴ്സിന്റെ എടുക്കുന്നത്? ലെറ്റ് us കൺസിഡർ എ വെക്ടർ. നമ്മളൊരു വെക്ടർ കൺസിഡർ ചെയ്യണേ. ലെറ്റ് us കൺസിഡർ എ വെക്ടർ. നമ്മൾ ഒരു വെക്ടർ കൺസിഡർ ചെയ്യുന്നു, ആ വെക്ടർ എ. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലാർ വേരിയബിൾ യു, ദാറ്റ് ഈസ് എ ഓഫ് യു. ഒരു വെക്ടർ എയുടെ സ്കെയിലാർ വേരിയബിൾ ഏതാണ്? എ. യു ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യും? എ ഓഫ് യു. ഒരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വെക്ടർ ആകുമ്പം എന്ത് വരും? വെക്ടറിന് പൊസിഷൻ ഉണ്ട്, അത് ഐ ജെ കെ കമ്പോണൻസ് ഉണ്ടാവും. അതിനെ ഒരു ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലാർ വേരിയബിൾ. അത് എന്തിന്റെയാണ് ഒരു ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലാർ വേരിയബിൾ? യുടെ. യു എന്ന് പറയുന്ന ദാറ്റ് എ എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ദാറ്റ് ഈസ് എ വെക്ടർ എ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലാർ വേരിയബിൾ യു. വെക്ടറും ഇത് സ്കെയിലാറും. അപ്പോൾ സ്കെയിലാർ വേരിയബിൾ ആണ് യു. ഇതെന്താണ്? വെക്ടർ എ ഓഫ് യു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എ ഓഫ് യു ഡിനോട്ട് ചെയ്യാം? എ എക്സ് ഓഫ് യു ഇൻറ്റു ഐ എക്സ് ആക്സിസിൽ പ്ലസ് ബി വൈ ഓഫ് യു ഇൻറ്റു ജെ പ്ലസ് എ ഇസഡ് ഓഫ് യു ഇൻറ്റു കെ, വേർ എ എക്സ് ഓഫ് യു ബി വൈ ഓഫ് യു ആൻഡ് സി ഇസഡ് ay of u, az of u are scalar function. അല്ലേ? Scalar function of u and are the components of either x, y, z in directions represent. അതിന്റെ components x, y, z ലുള്ള components x ന്റെ i, y യുടെ j and z ന്റെ k. അപ്പോൾ ഇനി ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ ഫീൽഡ് defined as a small change. Derivative എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? is a derivative of a vector function is defined the small change in the vector au resulting from small change in delta u. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? the derivative of a, the derivative of a with respect to u given by u is given by എങ്ങനെ വരും? derivative of a with respect to du equal to limit delta u tends to 0 a of u plus delta u minus a u. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഡെൽറ്റ യു. അപ്പൊ നമുക്ക് നോക്കാം. ഒരെണ്ണം എടുക്കുകയാണ്. ഇതിന് നമുക്ക് യുയിൽ യു ഈക്വൽ ടു ഇതില് ഒരു വെക്ടറിന് u1 സ്കെയിലേഴ്സ് അവിടെ ചേഞ്ച് ആവാം. യുയിലോട്ട് യു ഡയറക്ഷനിൽ വരും. ഡയറക്ഷൻ ഇങ്ങോട്ടാകുമ്പോ a of u2. ഓക്കെ,
അപ്പൊ എങ്ങനെ പറയാം? if a of u equal to ax of u into I plus ay of u into j plus az of u into dA by du equal to dAx by du into I plus dA y by du into j plus dAz in by du into k. അതങ്ങനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ വിത്ത് റെസ്പെക്ട് ടു എ എക്സ് കമ്പോണന്റ് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യു നോട്ട് ആണെങ്കിൽ എ, ഇവിടെ നമുക്ക് നോക്കാം ആ ഒരു ലിമിറ്റിംഗ് കേസ്. ഇവിടെ ഒരു വെക്ടർ എടുക്കുവാണ്, അതിന്റെ ഒരു സ്കേലാർ കമ്പോണൻസ് യു ആണ്. അത് അടുത്ത ഒരു നമുക്കൊരു സ്മോൾ ചേഞ്ച് വന്നിട്ട് അതിന് ഒരു അടുത്ത് യു മാറി വേറൊരു എടുത്തു, അത് ഓക്കെ. അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഓഫ് യു മേന. അപ്പൊ എത്ര കിട്ടും ഇവിടെ? ഡെൽറ്റ എ. ഓക്കെ, ഡെൽറ്റ എ എന്നുള്ള ആൻസർ വരും. ഓക്കെ, ദാറ്റ് ഈസ് യു ഈക്വൽ ടു യു നോട്ട് ആയാൽ, എ ഈക്വൽ ടു യു നോട്ട് ആയാൽ എ ഓഫ് യു ഈസ് കണ്ടിന്യൂസ് and also ax of u, ay of u and az of u also continuous. This is the concept of differentiation of vectors. This is the concept of differentiation of vectors. അപ്പൊ എങ്ങനെയാണ് ഒരു ഡെറിവേറ്റീവ് എപ്പോഴാണ്? ഒരു എ എന്ന് പറയുന്നത് അതൊരു വെക്ടർ, യു എന്ന് പറഞ്ഞ സ്കെയിലാറിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അതിലൊരു സ്മോൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡി എ ബൈ ഡി യു ടു ലിമിറ്റ് ഡെൽറ്റ യു ടെൻസ് ടു 0 ഇരിക്കുന്നത് എന്ത് ചെയ്യും? ഡെൽറ്റ യു ടെൻസ് ടു 0 ഇവിടെ നിന്ന് വന്നത് ഇവൻ തിരിച്ച് തന്നെ ഇവിടെ തന്നെ വരാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കും. യു എ ഓഫ് യു പ്ലസ് ഡെൽറ്റ യു മൈനസ് എ ഓഫ് യു ബൈ ഡെൽറ്റ. Then if a of u എന്ന് പറയുന്നത് എന്താണ്? ഒരു that is equal to ax of u into I plus, ഇത് നമ്മൾ വെക്ടറിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ്, ax of x ആക്സിസിൽ ith കമ്പോണന്റ് y ആക്സിസ് ചേർത്ത്. ഇനി അതിന് ഡെറിവേറ്റീവ് എടുത്തു, അത്രേ. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? ഡെറിവേറ്റീവ് ആപ്ലിക്കേഷൻ ആവുന്ന വെക്ടേഴ്സ് എവിടെയെല്ലാം ആപ്ലിക്കേഷൻ? വെലോസിറ്റിയിലും ആക്സലറേഷനും. അപ്പൊ ഞാൻ ഒരു നമ്പർ അപ്പൊ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം എന്തൊക്കെയാണ്. If the time dependent position vector of the particle with respect to the origin in Cartesian coordinates എന്താണ്? ദ ടൈം ഡിപ്പെൻഡന്റ് പൊസിഷൻ വെക്ടർ. ഇത് ഈ പൊസിഷൻ വെക്ടറിൽ എന്തിന്റെ ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ, ഇഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനിൽ നിന്ന് എന്താണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണ്? എക്സ് വൈ സെഡ് ആണ്. ഈസ് ഗിവൺ ബൈ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഐ plus y of t into j plus z of t into k. Then the velocity r of t, പൊസിഷൻ വെക്ടർ ചോദിച്ചാൽ പൊസിഷൻ വെക്ടർ മാത്രം ചോദിക്കാം എങ്കിൽ നമ്മൾ എന്താണ്? എക്സ് കമ്പോണന്റിന്റെ വാല്യൂ ഇവിടെ എഴുതും, വൈയുടേത് ഇസഡിന്റെ എഴുതും. അപ്പൊ എന്താണ്? ഇഫ് ദ ടൈം ഡിപ്പെൻഡന്റ് ഓഫ് പൊസിഷൻ വെക്ടറിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്തു? പൊസിഷൻ വെക്ടർ ആറിന് എന്താണ് ഇവിടെ? ടൈം ഡിപ്പെൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെ ആ പൊസിഷൻ വെക്ടർ നമ്മൾ എടുത്താൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസിൽ നമ്മൾ ഇങ്ങനെ പൊസിഷൻ വെക്ടർ ആയിട്ട് എടുത്താല് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ ഇല്ലേ, വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി. എവിടെ നിന്നാണ്? ഒറിജിനിൽ നിന്നല്ലേ? ഈ ഒറിജിനിൽ
എന്നാൽ നമുക്ക് എന്താണെങ്കിൽ ആർ ഓഫ് ടി എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു. ഇനി അങ്ങനെയെങ്കിൽ അതിന്റെ വെലോസിറ്റി എങ്ങനെ കാണാം? ദെൻ വെലോസിറ്റി എങ്ങനെ കാണും? വെലോസിറ്റി ബി ഓഫ് ടി ഇസ് dr by position vector with respect to time അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? First derivative of position vector with respect to time. First derivative dr by dt. Position vector r. First derivative of position vector with respect to r. Appa dr by dt equal to dx by dt into I plus dy by dt into j plus dy by dz into k. ഇനി നമുക്ക് എന്തുകൂടെ ഉണ്ട്? The direction of the velocity vector is along the tangent to the path r of t at the instantaneous position of the particle and its magnitude. Magnitude എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിസ്റ്റൻസ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ഡിസ്റ്റൻസ് എന്ന് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. ഡിസ്റ്റൻസ് ഓഫ് ദ എന്താണ് അതിന്റെ അർത്ഥം എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി വെക്ടർ ഈസ് അലോങ് ദ ടാൻജന്റ് ടു ദ പാത്ത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്കിങ്ങനെ ഒരു കർവ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ്മെന്റ് ചെയ്താൽ ഇത് തിരിച്ച് എങ്ങോട്ട് വരാനായിട്ട് ടെൻഡൻസി കാണിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് മേക്ക് ചെയ്യും. ഒരു അപ്പൊ ടാൻജന്റ് ടു ദ പാത്ത് അല്ലെ? ടാൻജന്റ് ടു ദ പാത്ത് ആർ ഓഫ് ടി അറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. എന്താണ്? മോഡ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ദ സ്പീഡ്. യെസ്, സ്പീഡ്. അപ്പോൾ സ്പീഡ് ഈക്വൽ ടു സ്പീഡിന് വേറെ സ്പീഡ് ഈക്വൽ ടു നോം വി ഓഫ് ടിയും മോഡ് വി ഓഫ് ടിയും ഒക്കെ ഈക്വൽ ആണ്. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആക്സിലറേഷൻ. അതും എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എ ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ പറയും? നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ വെക്ടർ. ആക്സിലറേഷൻ ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ബൈ ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ബൈ അല്ലെ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ പറയും നമ്മൾ? ഡി വി ബൈ ഡി ടി. കിട്ടുന്ന വെലോസിറ്റിയെ എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് ഡി സ്ക്വയർ വൈ ഇസഡ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു കെ. ഫസ്റ്റ് പി വി എന്ന് ഞാൻ ഇടുകയാണ്. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ ടൈം ടി ഈസ് ടി ഇൻ കാർട്ടീഷ്യൻ coordinates. Cartesian coordinates is given by r of t is equal to 2t square I plus 3t minus 2 into j plus 3t. Find the speed of the particle. In the speed the particle at it component of its acceleration in the directions s is equal to I plus 2 I plus 2j plus k. എന്താണ് പൊസിഷൻ വെക്ടർ ഓഫ് പാർട്ടിക്കിൾ അറ്റ് എ ടൈം ടി. അപ്പൊ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഗിവൺ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 2t സ്ക്വയർ ഐ പ്ലസ് 3t മൈനസ് 2 ഇൻറ്റു ജെ 1 ഇൻറ്റു കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ കാണാനുള്ളത്? ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഇനി വി ഓഫ് ടി കാണണം. വി ഓഫ് ടി എന്ന് പറഞ്ഞ ബൈ ഡി ടി. ഇതിനൊരിക്കൽ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ? ഐ
2t എടുത്ത് 2t into 2 4t i എവിടെ കമ്പോണന്റ് പ്ലസ് 0 3t എടുത്ത് j പ്ലസ് 60k ആണേ. ഓക്കെ, equal to d square r by dv by dt. That is equal to, with respect to 4i plus 6. Acceleration കിട്ടി. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. The speed of the particle at t equal to 1 and the component of the acceleration in the direction s. പാർട്ടിക്കിൾ അറ്റ് ടൈം ടി സ്പീഡ് കാണുന്നത് എന്താണ്? എന്തുവാണ്? മോഡ് ഓഫ് ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കണ്ടേ? വി ഓഫ് 1 കണ്ടുപിടിക്കണം. ടിക്ക് എത്ര കിട്ടണം? 1. ഇത് വെലോസിറ്റി കിട്ടിയാലേ സ്പീഡ് കാണാൻ പറ്റും. അത് 1-നെടുത്ത് എത്ര കിട്ടും? 4i പ്ലസ് 3j, അത് അതുപോലെ തന്നെ ഇടും, പ്ലസ് 6k. കിട്ടിയില്ലേ? അതിലെന്തിനി സ്പീഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് വി ഓഫ് ടി, വി ഓഫ് 1 ചിലടത്ത് കാണും, ചിലടത്ത് ഓർ നോ 2 വരെ, ഇവിടെ ഒന്നേ ഉള്ളൂ. നോ വി ഓഫ് 1 എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോ കാണാം റൂട്ട് ഓഫ് ഇതിന്റെ റൂട്ട് 4ന്റെ സ്ക്വയർ 16 9 പ്ലസ് 36 ഈക്വൽ ടു റൂട്ട് 61. സ്പീഡ് കിട്ടി. ഇനി വേറൊരു സംഭവം ഇതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? Find the speed of the particle and component of acceleration in direction s. അപ്പൊ ആരുമായിട്ടുള്ള കമ്പോണന്റ് കാണേണ്ടതാണ്? കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ എസ്. അപ്പൊ അതിന്റെ ഫോർമുല എ ഡോട്ട് എസ് ബൈ മോഡ് എസ് അല്ലെങ്കിൽ നോം എസ്. എന്തിലാണോ ഡയറക്ഷൻ കാണുക അതിനെയാണ് ഡിവൈഡ് ബൈ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. എങ്ങനെ എടുക്കണം? കമ്പോണന്റ് ആക്സിലറേഷൻ ഇൻ ഡയറക്ഷൻ എസ്. അപ്പൊ എ ഡോട്ട് എസ് ബൈ മോഡ് എസ്. അത് കാണാതെ ഫോർമുലയാണ്. എ ഡോട്ട് എ എത്രയാ? അപ്പൊ നമുക്ക് കിട്ടി 4i ആക്സിലറേഷൻ കിട്ടി. എസ് എത്രയാ? i ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇനി നമുക്കറിയാം i ഡോട്ട് i is 1. അപ്പൊ 4 into i ഡോട്ട് i 1, 4 പ്ലസ് ജെക്കില്ല 0, കെ ഡോട്ട് കെ അല്ലാത്ത വേറെ എല്ലാം 0 ആവുമേ. കെ ഡോട്ട് ഐ ഡോട്ട് ഐ ഈസ് 1, ജെ ഡോട്ട് ജെ ഈസ് 1, ജെ ഈസ് 1, കെ ഡോട്ട് കെ ഈസ് 1. അപ്പൊ നമുക്ക് മനസ്സിലാവും 4 പ്ലസ് 6 ബൈ റൂട്ട് 6, ദാറ്റ് ഈസ് 10 ബൈ റൂട്ട് 6. ഇതിന്റെ അത് ഇതിന്റെ റൂട്ട് വന്നാൽ നമുക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ റൂട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട്. റൂട്ട് 6 ബൈ റൂട്ട് 6. അപ്പൊ എത്ര കിട്ടും? 10 റൂട്ട് 6 ബൈ 6. അപ്പൊ ക്യാൻസൽ ഇങ്ങനെ റൂട്ട് ഡിനോമിനേറ്ററിൽ ഒന്നിങ്ങനെ ചെയ്യാം, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3, ഇവിടെ 5 2 ഉണ്ട്, ഇവിടെ 3. അപ്പോൾ എത്ര കിട്ടും? 5 റൂട്ട് 6 ബൈ 3 ഇസ് ദ ആൻസർ. ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ, അതിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ട് എങ്കിൽ അത് എന്നോട് ചോദിക്കണം. അത് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല എങ്കിൽ 1-2 പ്രോബ്ലംസ് പിന്നീട് പറഞ്ഞു തന്നായിരിക്കും. അപ്പൊ ഈ പ്രോബ്ലംസ് ഒന്ന് നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞു തന്നതിലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഇത് ഞാൻ നോട്ട് അയച്ചു തന്നതിൽ കൂടുതലുണ്ട്. ഇത് വീഡിയോ ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.